നമ്മളതിന്റെ വീഡിയോ ഇപ്പം കളക്ടറിന് കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ കേരളത്തിൽ കൊണ്ടുവരാൻ ആൾക്കാർ റെഡിയാണ് അതിന്റെ കാര്യങ്ങൾ. പിന്നെ ബ്രിഡ്ജ് ഉണ്ടെന്നൊക്കെ ന്യായവാദം പറയുന്നുണ്ട്. പിന്നെ 2 ബ്രിഡ്ജുണ്ട്. അത് കാര്യം MLA കൂടുതൽ സപ്പോർട്ട് ഇവിടുത്തെ MLA ആണ്. കൂടുതൽ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ സപ്പോർട്ട് MLA ആണ്. അപ്പോൾ MLA ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പുഴ കേന്ദ്രീകരിച്ച് തന്നെയാണ് ലാൻഡ് തൽക്കാലം വിട്ടു എന്നാണോ? ഇല്ല, പുഴ കേന്ദ്രീകരിച്ച് എല്ലാ ദിവസവും സെർച്ച് അടക്കാണ്. പുഴ നിങ്ങൾ നോക്കുമ്പോൾ അങ്ങോട്ട് ബോട്ട് പോകുന്നതാണ്. പുഴ കേന്ദ്രീകരിച്ചുള്ള സെർച്ചിങ് ആണ്. ഇവരെ ഗ്രാപ്ലിംഗ് ഡിവൈസ് അല്ലാത്ത ഡിവൈസിനും നേവിയുടെ രണ്ടും കൂടെ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള ഡീപ് ഡൈവേഴ്സ് നാളെ വരുമെന്ന് പറയുന്നത്. അവർക്ക് അങ്ങനെ അതിനകത്ത് ഇറങ്ങാൻ പോയി മനസ്സിലാക്കാം. കാരണം പുഴയുടെ അടിയിൽ ഹൈ കറന്റ് ഫ്ലോ ആണ്. ഭയങ്കര കുത്തൊഴുക്കുണ്ട്. അതായത് കരസേന പോയിട്ട് പുതിയ നേവിയുടെ ടീം വരുമെന്നാണ് പറയുന്നത്. നേവിയുടെ നേവിയുള്ള ടീം ഇവിടെ സ്റ്റാൻഡ് ഇവിടെ നിൽക്കുകയാണ്. അവരാണ് സെർച്ച് നടത്തുന്നത്. ഇല്ല, ഒരിക്കലാണ് അടിയിലെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഹെവി ഹൈ ഫ്ലോ. സൈറ്റില് മലയാളി സന്നദ്ധ പ്രവർത്തകർ വലിയ സമ്മർദ്ദം പോലീസിന് മേലെ ഉണ്ടാക്കിയത് എല്ലാവരും ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആകെ 28 പേര്, അത് ഇൻക്ലൂഡിംഗ് ഫാമിലി എനിക്ക് തോന്നിയിട്ടുള്ള വണ്ടി നിയന്ത്രിക്കാനൊക്കെ ഉണ്ടെന്ന് ഈ സൗകര്യങ്ങൾ തന്നെയാണ്. കാരണം അത് വീഡിയോ തന്നെ മനസ്സിലാവും. SP പറയുന്നത് ആരെങ്കിലും മിസ്സായാൽ അതിനും കൂടി ഞങ്ങൾ ഇനി ഉത്തരം പറയേണ്ടതെന്നാണ്. സാഹചര്യം തന്നെ ഹോട്ട്സ്പോട്ട് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതുപോലെ വലിയ കൂടുതൽ ആളുകൾ വരുന്നത് നെഗറ്റീവ് റിസൾട്ടാണ് ഉണ്ടാക്കുക എന്നൊക്കെ SP പറയുന്നുണ്ട്. ഇവര് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടി വന്നത്. നമ്മൾ ഫോഴ്സോ കാര്യങ്ങളൊന്നല്ല. നമ്മളൊരു സഹോദരം പെട്ടു. അപ്പോൾ അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടി അതിനെ ഒരു റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി എനിക്ക് വന്നപ്പോഴത്തേക്കാണ് ഇവരും ചെയ്യുന്നില്ല. വന്നപ്പോഴും ഞാൻ കണ്ട ദൃക്സാക്ഷിയാണ്. ഇവരൊന്നും ചെയ്യുന്നില്ല. ഇവർ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇത്ര ദൂരം വരേണ്ടി വന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പോകുമല്ലോ. ഈ ജോലിയും കളഞ്ഞിട്ട് പോകുന്ന എല്ലാം സാധാരണ കൂലിപ്പണിക്കാരാണ്. ഇവിടെ സാധാരണ ആൾക്കാരാണ്, സാധാരണ ജനങ്ങളാണ്. അല്ലെങ്കിൽ IPS IAS എടുത്തവരോ അല്ലെങ്കിലൊന്നുമല്ല. നമ്മുടെ സാധാരണ നമ്മൾ അവർക്ക് കഴിവില്ലാഞ്ഞിട്ട് നമ്മൾ എത്തിയതാണ്. വേണം ഞങ്ങൾ ഇറങ്ങി തപ്പിയോളാം എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ വരാൻ തയ്യാറായി, മണ്ണുമാതി യന്ത്രങ്ങളൊക്കെ തയ്യാറായി നിൽക്കുന്നു. ഒരുപാട് ഈ വാർത്തയും കാണുന്നുണ്ട്. അവരോടൊക്കെ എന്താ പറയാ? എനിക്കെന്താ എല്ലാവരും ഈ ഐഡിയോളജി ഉണ്ടെങ്കിൽ എന്തെങ്കിലും മോർ ദാൻ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ എന്തെങ്കിലും ഒരു ഐഡിയ എസ്റ്റാബ്ലിഷ്. ഇല്ല, ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടാകും. പിന്നെ ഒരു ഇഷ്യൂ ഉണ്ട് വേറെ ഉള്ളൂ. അതുകൊണ്ടായി പിന്നെ MLA ഓർഡർ ഇട്ട് ഒരു കാരണവശാലാണ് ദേഹത്തോട് വേറെ കളി മാറുമെന്ന് പറഞ്ഞു. SP ഓർഡർ ഇട്ട്. അപ്പൊ പിന്നെ അത് SP ഇപ്പൊ നല്ലൊരു കൂട്ടായി, വേറെ പ്രശ്നമൊന്നുമില്ല. പുള്ളിക്ക് ആരറിയാതെ ചെയ്തതാണ്. സൈന്യം ഇപ്പോഴും സ്റ്റാൻഡ് ബൈ ആണ്. എനിക്ക് അവരെ കൊണ്ടുവന്ന റഡാർ എനിക്ക് തൃപ്തികരമല്ല. കാരണം അവർ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. വിളിച്ചപ്പോൾ ഭയങ്കര പ്രതീക്ഷ വളരെ കിട്ടി. കാരണം നമ്മളവിടെ GPS ലൊക്കേറ്റ് അവിടെ സൈസ് ചെയ്യുന്ന ആർമിയോട് വന്നത് സ്പോട്ട് എന്റെ വീഡിയോ ഉണ്ട്. ആർമിയോട് വന്ന അവിടെ മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഭയങ്കര കണ്ടി കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവർ എക്സൈറ്റ്മെന്റ് ആവുന്നില്ല. 100% ഉറപ്പിച്ചിട്ട് വിളിക്കുള്ള കാര്യം ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ആ ഏരിയ കിട്ടും. GPS ലൊക്കേറ്റ് ഏരിയ ആയിരുന്നു. ആർമി ചെയ്ത റഡാർ അവിടെ ഏരിയയാണ്. പിന്നെ ഈ അയണോർ കിട്ടുന്ന കാര്യം പിന്നെ എന്ത് റേഡാറാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രയും ഇന്ത്യക്ക് ഇത്രയും സംവിധാനം ഉള്ളൂ. ഒരു പൗരന് സാധാരണ ഇത്ര റഡാർ കൊണ്ടുവരുന്ന സമയത്തൊക്കെ പറയുന്നുണ്ട് ഈ പാറയിൽ മറ്റേ ലോഹാംശങ്ങൾ കൂടുതലാണ്, വെള്ളം കൂടി കുഴഞ്ഞ് ഗ്രൗണ്ട് പെൻട്രേറ്റിംഗ് റഡാറാണ്. GPR ഈ റഡാർ തമ്മിൽ വ്യത്യാസമുണ്ട്. സൈന്യം അതിന്റെ ഫുൾ ഫ്ലെഡ്ജ്ഡ് അവസ്ഥയാണെങ്കിൽ ഇങ്ങനെ ആകുമോ പ്രവർത്തനം നടത്തുക? ഇനി ഞാൻ ശരിക്കും പറഞ്ഞ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞത് ഇന്ത്യൻ ആർമിയിലെ എഞ്ചിനീയറിംഗ് കോർ ബ്രിഡ്ജ് ഒക്കെ നിർമ്മിക്കുന്ന എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ട്. അവരാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ വന്ന് ഇൻഫൻട്രി ഒരു മറാത്തലി ഇൻഫൻട്രി യൂണിറ്റ് നമുക്ക് കിട്ടിയത്. എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ ഒരു പേഴ്സണെ കുറ്റപ്പെടുത്തൊന്നുമല്ല. ഇപ്പോൾ എക്സ്പീരിയൻസ് അതിൽ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് ഒരുപാട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചാനൽ കൊള്ളാവസ്ഥ ഉണ്ടാകുന്ന ഇവിടെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് അവിടെ ഓടിയെത്തുന്നത്. ഒരു ഡിസാസ്റ്റർ ഉണ്ടായാലും ഇപ്പോൾ രഞ്ജിത്തിന്റെ നിഗമനവും ലോറി പുഴയിലാണ് തന്നെയാണ്. നമ്മൾ നിർത്തിയില്ല. നമ്മൾ വൈകിട്ട് മീറ്റിംഗ് ഉണ്ട് ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട്. ജില്ലാ കളക്ടറിനെ ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു. അപ്പോൾ ജില്ലാ കളക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. ടയർഡാണ്. കാരണം ഈ കാല് ഒരുപാട് മുറിവായി. കാരണം ഈ അതിനകത്ത് ഈ ചളിയുണ്ട്. ആ മോള് വേറെ രഞ്ജിത്ത് ഇപ്പം എന്താ പ്രതീക്ഷിക്കുന്നത്? അതായത് പുഴയിലേക്ക് തന്നെ പോയിട്ടുണ്ടെന്ന് തന്നെയാണ്? ഇല്ല, പുഴയിലേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞ ഈ രണ്ട് ദിവസം മൊബൈൽ റിംഗ് ചെയ്യത്തില്ല, റിംഗ് ഔട്ട് ചെയ്യത്തില്ല. മാത്രമേ പുഴയുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ ഫൈൻഡ് ഔട്ട് ചെയ്യണ്ടേ പ്ലീസ്. റോഡിനെ സൈഡിൽ മണ്ണ് വന്ന് അടിഞ്ഞിട്ടുണ്ട്. ലാൻഡ് ഏരിയ തന്നെയാണ്. ഇത്തരം സംവിധാനങ്ങളൊന്നും ഇപ്പോഴും ഡിറ്റക്ട് ചെയ്യാനുള്ള മെഷീനറീസോ മറ്റുള്ള മെഷീനറീസോ ഇതുവരെ എത്തിപ്പെട്ടിട്ടില്ല. നമ്മൾ നന്നായിട്ട് ഒന്ന് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നന്നായിട്ട് നമുക്ക് ആളുകൾ എത്തിക്കാൻ സൈനിക അവസാനിച്ചില്ല. റഡാർ വെച്ച് ബാക്കിയുള്ള പറഞ്ഞിട്ടില്ല. അതെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഡെപ്യൂട്ടി കമ്മീഷണർ ജില്ലാ കളക്ടർ ഓർഡർ അനുസരിച്ചാണ്. നമ്മള് എല്ലാ ഐഡിയകളും സൈന്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. NDRFന്റെ കമാൻഡ് ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാവരും പോസിബിൾ വേസ് ഒക്കെ. ലാൻഡ് എന്ന് പറഞ്ഞത് ഈ ഇടത് സൈഡിലെ ലാൻഡ് മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇപ്പുറത്തെ ഡെബ്രിസ് അതുപോലെ കിടക്കുകയാണ്. ഇത് ഹ്യൂജ് ഡെബ്രിസ് കിടക്കുന്ന ഇപ്പുറത്തെ വശമാണ്. നമ്മൾ പോസിബിൾ ആയിട്ടുള്ള ഈ ലാൻഡ് ഡെബ്രിസ് മാറ്റുന്ന ഇതാണ്. കാരണം വണ്ടി പാർക്കിംഗ് GPRന്റെ ആദ്യം വന്ന ലൊക്കേഷൻ എല്ലാം വെച്ചിട്ടാണ്
വെച്ചിട്ടാണ് കളക്ടറോട് അനുമതി വാങ്ങിച്ചത്. കാരണം നമ്മുടെ ഈച്ച് ആൻഡ് എവരി ഡൗട്ട് ക്ലിയർ ചെയ്യണം, ക്ലിയർ ഔട്ട് ചെയ്യണം. മനസ്സിൽ തൃപ്തി വരുന്ന പോണ്ടി വരാം, അല്ല വെറുതെ എന്തെങ്കിലും മണ്ണിൽ അങ്ങോട്ട് കാര്യമില്ല. നമുക്കൊരു ലാൻഡ് പെർഫെക്റ്റ് ആയിട്ട് ഒരു ചിത്രം പിക്ചർ ക്ലിയർ ആണെങ്കിൽ ഡൗട്ട് ക്ലിയർ ആകത്തുള്ളൂ. എനിക്ക് മണ്ണ് മാറണം എനിക്കാ, കാരണം 70% മാറ്റം ക്ലിയർ ആയിട്ട്. അവർക്ക് മണ്ണ് മാറ്റി എന്താ കുഴപ്പം? അവരുടെ റോഡ് തന്നെയല്ലേ, റോഡിന് എൻഡ് വരെ മാറണമെന്ന് പറഞ്ഞോളൂ. വേറെ ഫോറസ്റ്റ് ലാൻഡ് അങ്ങനെ ഫോറസ്റ്റ് ലാൻഡ് ഇടിക്കുകയോ ഗവൺമെന്റ് ഓഫീസുകൾ ഇടിക്കുകയോ ചെയ്യുന്നില്ല. അവർ റോഡ് ഇടിഞ്ഞാൽ റോഡിലെ മണ്ണ് മാറ്റി നമ്മൾ മാറ്റണമെന്നാ പറഞ്ഞോളൂ. മാക്സിമം ക്വാണ്ടിറ്റി എടുക്കാൻ വരുന്ന എത്തിയില്ല എന്നുള്ളതാണ്. നാളെ തൊട്ട് കരഭാഗത്ത് തന്നെ കരഭാഗത്ത് എടുക്കാനുള്ള, പിന്നെ പുഴയിൽ നാളെ സെർച്ചിങ് ഉണ്ട്. ഞാൻ തുടരുകയാണ്.